അപ്പോൾ നമ്മുടെ സാംസങ് S25 സീരീസ് നമ്മുടെ സാംസങ്ങിന്റെ ജാനുവരി 22-ാം തീയതിയാണ് നമ്മുടെ അവരുടെ ഗാലക്സി അൺപാക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ എന്താ പറയുക ലോഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അതായത് ജനുവരി 22-ാം തീയതിയാണ് നമ്മുടെ സാംസങ് S25 സീരീസും അതിന്റെ കൂടെ കുറേ എന്താ പറയുക അക്സസറീസും അതുപോലെ തന്നെ വാച്ചുകൾ അങ്ങനത്തെ കുറേ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ലോഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ലോഞ്ച് ആവുന്നുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. ഈ ജനുവരി ഇപ്പോൾ 2 മാസം കുറച്ച് ആഴ്ചകളും കൂടി ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ ലോഞ്ച് ആവുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് റിപ്ലോക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GHH വേൾഡ് കാണാത്തവരെ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. മറക്കണ്ട, നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിനും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ എല്ലാ സംഭവവും കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ജനുവരി 22-ാം തീയതി ഫസ്റ്റ് ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ സാംസങ് S25 സീരീസ് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു സാംസങ് S23 സീരീസ് യൂസർ ആണെങ്കിലും S24 സീരീസ് യൂസർ ആണെങ്കിലും നിങ്ങൾക്ക് ആക്ച്വലി പ്രിഫർഡ്, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അപ്ഡേറ്റ് ചെയ്യണോ, എന്തൊക്കെ അപ്ഗ്രേഡ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത പോയി കണ്ടു കേട്ടോ. അപ്പോൾ S25 സീരീസ് നമുക്ക് അറിയായിരിക്കും 4 മോഡൽസ് ആണ് വരാൻ പോകുന്നത്. നോർമലി നമുക്ക് 3 മോഡൽസ് ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ S24 സീരീസ് ആയിക്കോട്ടെ, S23 ആയിക്കോട്ടെ, 3 ഉണ്ടാവാറുള്ളൂ. ഇപ്പം നമുക്ക് 4 വരുന്നുണ്ട്. അതായത് S25, S25 പ്ലസ്, S25 എന്താ പറയുക സ്ലിം, S25 അൾട്ര. അപ്പോൾ ഇങ്ങനെ 3 മോഡൽസാണ് വരാൻ പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ 1 UI 7 വെച്ചിട്ടാണ് ഇത് വരാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് ചിപ്പായിരിക്കും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ Android 15 ബേസ്ഡാണ് വരാൻ പോകുന്നത്. പിന്നെന്താ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ഗാലക്സി AI ഫീച്ചേഴ്സും ഇതിൽ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, സ്നാപ്ഡ്രാഗൺ എലൈറ്റ് ചിപ്പിൽ നമുക്ക് AI സ്പെസിഫൈ ചെയ്തിട്ട് കുറച്ച് എന്താ പറയുക കാപ്പബിലിറ്റീസും സംഭവങ്ങളൊക്കെ നോർമൽ നമ്മുടെ സ്നാപ്ഡ്രാഗൺ Gen 3 ആയാലും Gen 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമാണ്. എന്തായാലും ഈ ഡിവൈസുകൾക്ക് സ്പെഷ്യലി കുറച്ച് AI ഫീച്ചേഴ്സ് എന്തായാലും കൂടുതലുണ്ടായിരിക്കും. എന്താ വെച്ചാൽ നമ്മൾക്ക് പണ്ട് നമ്മുടെ S24 സീരീസ് ഇറങ്ങിയപ്പോൾ അതിനും മാത്രമാണ്. പിന്നെ നമുക്ക് S23-ലും S21, 22-ലും S21 എല്ലാത്തിലും വന്നിട്ടുണ്ടായിരുന്നു ഗാലക്സി AI ഫീച്ചേഴ്സ്. പക്ഷേ ഇതിൽ എക്സ്ക്ലൂസീവ്ലി വരാൻ പോകുന്ന AI ഫീച്ചേഴ്സ് നമുക്ക് വേറെ ഒന്നിലും കിട്ടില്ല. എന്ന് വെച്ചാൽ അത് ആ പ്രൊസസ്സറിന് മാത്രം എന്താ പറയുക പ്രോസസ്സിങ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്പെസിഫൈഡ് ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് അതിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 12 GB 256 GB വേരിയൻ്റ് തന്നെയാണ് ബേസ് വേരിയൻ്റ് ആയിട്ട് വരാൻ പോകുന്നത്. S25ൻ്റെ വില വരാൻ പോകുന്നത് $799. അതുപോലെ തന്നെ S25 പ്ലസ് ആണെങ്കിൽ $999 വരാൻ പോകുന്നത്. ഗാലക്സി 25 അൾട്ര ആണെങ്കിൽ $1299 വരാൻ പോകുന്നത്. S25 സ്ലിമ്മിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ പ്രൈസിൻ്റെ. അതുപോലെ തന്നെ 1 UI 7 അവർ ഇതിൻ്റെ കൂടെ തന്നെ റോൾ ഔട്ട് ചെയ്യും. ആദ്യം കിട്ടാൻ പോകുന്നത് നമ്മുടെ ബീറ്റ പ്രോഗ്രാം ഓൾറെഡി S24 സീരീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് സ്റ്റേബിൾ വേർഷൻ കിട്ടാൻ പോകുന്ന S24 സീരീസിനാണ്. അതിന് ശേഷമാണ് നമുക്ക് S23 വരുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ ലോഞ്ച് ആകാൻ പോകുന്ന അതിൻ്റെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണക്കിൽ പോയി കണ്ടു കേട്ടോ. അതിൻ്റെ കൂടെ ഇനി ഇറങ്ങാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ S25 സ്ലിമ്മും വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. 6.6 mm തിന്നായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തടി 6.6 mm സൈസ് വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 3.5x ടെലിഫോട്ടോസ് ലെൻസ് വരും, 4700 mAh ബാറ്ററി വരും, 200 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ സെൻസർ വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സ്പെക്സ് വരാൻ പോകുന്നത് നമ്മുടെ സ്ലിമ്മിൻ്റെ കേട്ടോ. പ്രൈസ് കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഗാലക്സി HR ഹെഡ്സെറ്റാണ്. അതായത് നമ്മുടെ ഗ്ലാസ്, സാംസങ് ഗ്ലാസ്. ഒരു മുമ്പ് പണ്ട് ഇറക്കിയിട്ടുണ്ട് സാംസങ് ഗ്ലാസ്. അതിൻ്റെ ഒരു ഹൈ എൻഡ് പ്രോട്ടോടൈപ്പാണ് വരാൻ പോകുന്നത് കേട്ടോ. അതായത് നമ്മുടെ എന്താ പറയുക മെറ്റ ഒക്കെ ഇറക്കിയില്ല അതേപോലെ തന്നെ. അപ്പോൾ ഗാലക്സി എന്താ പറയുക XR ഹെഡ്സെറ്റും ഇതിലൂടെ ലോഞ്ച് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. പിന്നെ വരാൻ പോകുന്നത് നമ്മുടെ ഗാലക്സി റിംഗ് 2, നമ്മുടെ മോതിരം ഉണ്ടല്ലോ, ഗാലക്സി റിംഗ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിൻ്റെ 2nd എഡിഷൻ ഇറങ്ങാൻ പോകുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അതായത് ഈ ജനുവരി 22-ാം തീയതി ഇറങ്ങാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ വാച്ചും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ അവരുടെ വാച്ച് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഞാൻ ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സെക്കൻഡറി ഇതെൻ്റെ വാച്ച് അൾട്ര 2 ആണ് ആപ്പിൾ വാച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എൻ്റെ പ്രൈമറി ഡിവൈസ് ഞാൻ സാംസങ്ങിലേക്ക് മാറ്റിയത് സ്ഥിതിക്ക് എനിക്കിപ്പോൾ എന്തായാലും ആപ്പിൾ വാച്ച് മെയിനായിട്ട് കെട്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാംസങ് വാച്ച് ഇപ്പോൾ കെട്ടിക്കൊണ്ട് നടക്കുന്നത്. പക്ഷേ പറയുമ്പോൾ എനിക്ക് ആപ്പിളിൻ്റെ വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. അൾട്ര പ്രത്യേകിച്ച് അൾട്ര സീരീസ് ഭയങ്കര ഇഷ്ടമാണ്. നോർമൽ വാച്ച് എന്തെങ്കിലും ഉണ്ടാവും, നിങ്ങൾ കണ്ടായിരിക്കും SC2 ഒക്കെ ഉണ്ടെന്ന്. ഞാൻ അത് കൊടുത്തു. പിന്നെ ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടുന്നുണ്ട് നമുക്ക്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രൈസ് ഓവർ പ്രൈസ്. എനിക്ക് പക്ഷേ നല്ല ബെസ്റ്റ് ഡീലൊക്കെ കിട്ടിയ കാരണം ഞാൻ വാങ്ങിച്ചാടാലോ. എനിക്ക് 50,000 കൊടുത്ത് വാച്ച് വാങ്ങിക്കാൻ പ്രായമൊന്നുമില്ല. എനിക്ക് നല്ല ഡീലിൽ കിട്ടിയത്. എൻ്റെ കയ്യിൽ നിന്ന് പോയത് 30,000 പോയിട്ടുള്ളൂ. അങ്ങനത്തെ ഡീലിൽ കിട്ടിയതാണ് എനിക്ക് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി അൺപാക്ക്ഡിൽ ജനുവരി 22-ാം തീയതി ഇറങ്ങാൻ പോകുന്ന കുറച്ച് ഡീറ്റെയിൽസുകൾ കേട്ടോ. അപ്പോൾ കുറേ പേര് എനിക്കറിയാം, കുറേ പേര് എന്തായാലും ഇതിന് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സാംസങ് ഗാലക്സി ഫാൻസുകളൊക്കെ ഇതിന് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. കുറേ പേര് ചിലപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇതിൻ്റെ ലൈവ് കാണുന്നവരൊക്കെ ഉണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചത്. ഒരു പുതിയ വാച്ച് സീരീസ് ഇറങ്ങുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതുപോലെ തന്നെ ബഡ്സും.
പക്ഷെ അത് രണ്ടും ഇല്ല കേട്ടോ, അത് രണ്ടും ഇല്ല. അപ്പോൾ ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചു വാച്ച് പുതിയ വേരിയൻ്റ് ഇറക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്ന് വെച്ചാൽ ഗാലക്സി വാച്ച് 7 ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഇറങ്ങിയത്, പക്ഷെ അത് വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല. അൾട്ര മാത്രമാണ് ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന്. ഞാൻ ആക്ച്വലി അതിൻ്റെ പുതിയ വേരിയൻ്റ് ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചു. അറ്റ്ലീസ്റ്റ് വാച്ച് 7ൻ്റെ FE വേരിയൻ്റെങ്കിലും ഇറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അതൊന്നും ഇല്ല കേട്ടോ, വാച്ച് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടാബും ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാനും ടാബ് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ സീരീസ് 9 ടാബാണ് കേട്ടോ. 10 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9 എനിക്ക് 11 എന്തായാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കൊല്ലം എന്തായാലും ഇറങ്ങുന്നുണ്ടായിരിക്കും. ബാക്കിയുള്ള ഡിവൈസുകൾ ഈ കൊല്ലം വേറെ ഇറങ്ങും. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലൊക്കെ ഇത് നമ്മുടെ ഗാലക്സി നമ്മുടെ ജനുവരി 22 ആരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ എക്സൈറ്റഡ് ആണോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ കുറേ പേരുണ്ടായിരിക്കുമല്ലോ ഗാലക്സി ഫാൻസ്, സാംസങ് ഫാൻസുകളും ആപ്പിൾ ഫാൻസുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ആക്കുന്നതാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.